ഹേ മച്ചന്മാരെ, നമ്മൾ സംസാരിക്കാൻ വേണ്ടി പോകുന്നത് നമ്മുടെ വൺ ഓഫ് ദ മോസ്റ്റ് മിസ്റ്റീരിയസ് പൈററ്റ് ക്രൂ ആയ നമ്മുടെ സ്വന്തം റെഡ് ഹെയർ പൈററ്റ്സിനെ കുറിച്ചായിരിക്കും. ഓക്കെ, ഇത് നമ്മുടെ വൺ പീസ് എന്ന സീരീസിൽ വൺ ഓഫ് ദ മോസ്റ്റ് കൂളസ്റ്റ് ആയിട്ടുള്ള ഒരു പൈററ്റ് ക്രൂ ആണ് നമ്മുടെ റെഡ് ഹെയർ പൈററ്റ്സ്, നമ്മുടെ റെഡ് ഹെയർ ഷാങ്ക്സ് നയിക്കുന്ന ആ ഒരു ക്രൂ. അപ്പം ആ ഒരു ക്രൂവിലെ മെമ്പേഴ്സിന് വലിയ പവേഴ്സ് ഒന്നും നമുക്ക് ഇതിനായിട്ട് റിയലി ഫുൾ പൊട്ടൻഷ്യൽ നമുക്ക് റിവീൽ ആയിട്ടില്ല. എന്നാലും നമ്മൾ സംസാരിക്കാൻ പോകുന്നത് നമുക്ക് അറിയാവുന്ന കുറച്ച് ക്രൂ മേറ്റ്സിനെ കുറിച്ച് നമ്മളൊരു 11 നോൺ മെമ്പേഴ്സും പിന്നെ നമ്മൾ 12 ആയിട്ട് നമ്മുടെ സ്വന്തം ക്യാപ്റ്റൻ റെഡ് ഹെയർ പൈററ്റ്സും നമ്മുടെ റെഡ് ഹെയർ ഷാങ്ക്സും ആണ്. അപ്പം നമ്മൾ സംസാരിക്കുമ്പോൾ അവരെ കുറിച്ച് ആരൊക്കെയാണ്, എന്തൊക്കെയാണ് അവരുടെ ട്രൂ പൊട്ടൻഷ്യൽ എന്തൊക്കെയാണെന്ന് നമ്മൾ ജസ്റ്റ് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പം നമുക്ക് സമയം കാലം നമുക്ക് ആദ്യത്തെ വ്യക്തിയിലേക്ക് ആകുമ്പോൾ ആദ്യം നമ്മൾ പറയാൻ വേണ്ടി പോകുന്നത് ഇത് ബെൻ ബെക്ക്മാൻ. റെഡ് ഹെയർ പൈററ്റ്സിലെ നമ്മുടെ വൈറ്റ് ക്യാപ്റ്റനായ നമ്മുടെ ഷാങ്ക്സിന്റെ ഏറ്റവും വലിയ ട്രസ്റ്റ് ചെയ്യുന്ന വ്യക്തിയും നമ്മുടെ ക്രൂവിന്റെ ഫസ്റ്റ് മീറ്റും കൂടി നമ്മുടെ ബെൻ ബെക്കം റിയലി ഒരു ഗൺ ഷൂട്ടറാണ്. റിയലി ബുള്ളറ്റ് റിയലി ഹാക്കികൾ കുറെ ഇൻഫ്യൂസ് ചെയ്ത് എനിമീസിനെ നേരിടുന്ന ആ ഒരു സ്റ്റൈലാണ് റിയലി ബെൻ ബെക്കം യൂസ് ചെയ്യുന്നത്. പുള്ളിയുടെ എത്രമാത്രം പവർഫുൾ ആണെന്ന് നമുക്ക് മനസ്സിലാകും. നമ്മുടെ ആ ഒരു മറൈൻഫോർഡ് നമ്മുടെ കിസാറു റിയലി പുള്ളി നേരിട്ടപ്പോഴാണ് നമ്മുടെ ആ ഒരു സിറ്റുവേഷൻ നമ്മൾ കിസാറുവിൽ സ്റ്റോപ്പ് ചെയ്ത് നമ്മുടെ ബെൻ ബെക്കാം ആയിരുന്നു. ഒരു സഡൻ ആയിട്ടുള്ള ഒരു എൻട്രി ആണ് നമ്മൾ ബെൻ ബെക്കാൻ നടത്തുന്നത്. പുള്ളിയുടെ ആ ഒരു ഗൺ പോയിന്റ് നമ്മുടെ കിസാറു റിയലി ബെൻ ബെക്കാൻ റെഡി എതിർത്ത് പോയി നിൽക്കാൻ വേണ്ടി നമ്മുടെ കിസാറു ഒരു തുണിഞ്ഞില്ല. അപ്പം ബെൻ ബെക്കാം എത്രമാത്രം പവർഫുൾ ആണ് നമുക്ക് അതിലൂടെ നമുക്ക് കാണാൻ സാധിക്കും. ബെൻ ബെക്കാം റിയലി നമ്മുടെ ഒബ്സർവേഷൻ ഹാക്കി റിയലി വളരെ പവർഫുൾ ആയിട്ട് യൂസ് ചെയ്യുന്ന വ്യക്തിയാണ്. എല്ലാ ടൈപ്പ് ഓഫ് ഹാക്കിലും റിയലി മാസ്റ്റർ എടുത്തിട്ടുണ്ട്. കാരണം നമുക്കറിയാം നമ്മുടെ റെഡ് ഹെയർ ഷാങ്ക്സിന്റെ ക്രൂവിൽ റിയലി ഒരു ഡേൾ ഫ്രൂട്ട് യൂസേഴ്സ് പോലും ഇല്ല എന്ന് നമ്മുടെ സീരീസ് കൺഫേം ആയിട്ടുള്ള കാര്യമാണ്. അതിനുള്ള റീസൺസ് ഒക്കെ പലതാണ്. നമ്മൾ അതിനെക്കുറിച്ചെല്ലാം സംസാരിക്കാൻ വേണ്ടി വന്നത്. അപ്പം നമ്മുടെ ആ ഒരു ക്രൂവിലുള്ള മെമ്പേഴ്സ് എല്ലാവരും ഹാക്കി മാസ്റ്റേഴ്സ് ആണ്. അത് നമുക്ക് എക്സാമ്പിൾ നമ്മുടെ ആ ഒരു കിസാറുവിൽ ഗൺ പോയി നിർത്തിയപ്പോൾ തന്നെ കാണാൻ വളരെ സ്പീഡ് വന്നപ്പോൾ കിസാറുവിനറിയാം നമ്മുടെ ബെൻ ബെക്കാണ് ട്രൂ പൊട്ടൻഷ്യൽ. അതുകൊണ്ട് കിസാറുവിൽ എതിരേക്കാൻ പോവില്ല. ഓക്കെ, അപ്പം ഇനി അടുത്തായിട്ട് പറയാൻ പോകുന്നത് നമ്മുടെ യാസുബാണ്. യാസുബിനെ കുറിച്ച് നോക്കാൻ നമ്മുടെ സ്ട്രോ ഹാർട്സുമായിട്ട് വളരെയധികം ലിങ്ക് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ്. കാരണം നമ്മുടെ സ്ട്രോ ഹാർട്സിലെ പൈറൽ സ്നൈപ്പറായ നമ്മുടെ ഉസോപ്പിന്റെ ഫാദറാണ് നമ്മുടെ യാസുബ് എന്ന് വെച്ചാൽ. ഉസോപ്പിനെ പോലെ തന്നെ നമ്മുടെ റെഡ് ഹെയർ പൈററ്റ്സിലെ സ്നൈപ്പർ കൂടിയാണ് നമ്മുടെ യാസുബ്. പിന്നെ പുള്ളിയുടെ റിയലി സ്നൈപ്പിംഗ് എബിലിറ്റി വേറെ ലെവലാണ്. കാരണം അപ്പം യാസുബിന്റെ റിയലി ഫൈറ്റ് നമുക്ക് ഇതുവരായിട്ട് ഇതിൻ്റെ കണ്ടിട്ടില്ല. എന്നാലും പുള്ളിയെ കുറിച്ച് വേറെ ലെവലായിട്ട് ഒബ്സർവേഷൻ ഹാക്കി പുള്ളിക്കൊള്ളത് നമുക്ക് കൺഫേം ആണ്. പിന്നെ പുള്ളിയുടെ ആ ഒരു കെൻ യൂസിങ് വളരെയധികം എക്സ്ട്രീമാണ് ഇതിൽ. അത് കാരണം നമ്മൾ ഒരു എനിമീസിനെ പോലും പുള്ളി വെറുതെ വിടത്തില്ല. അതാണ് അതിന് സത്യാവസ്ഥ എന്ന് വെച്ചാൽ. നമുക്കറിയാം പുള്ളിയുടെ ചെറിയൊരു ഫൈറ്റാണോ പുള്ളി എത്രമാത്രം പവർഫുൾ ആണ് നമുക്ക് റിയലി അറിയാമായിരുന്നു. അപ്പം അതാണ് നമ്മുടെ യാസുബിനെ കുറിച്ച് പറയാനുള്ളത്. പിന്നെ അടുത്തായിട്ട് പറഞ്ഞത് ലക്കി റോ. ഇതിൽ നമ്മുടെ റെഡ് ഹെയർ പൈററ്റ്സിലെ നമ്മുടെ ഷെഫാണെന്നില്ല പുള്ളി സ്ഥിരം ഒരു ചിക്കൻ പീസിൽ കഴിച്ചുകൊണ്ടാണ് ഇരിക്കുന്നത് നമ്മൾ കാണുന്നത്. പിന്നെ നമുക്ക് പറയാനുള്ളത് ഇത് റിയലി ഒരു എപ്പിക് ക്യാരക്ടറാണ് നമുക്ക് പറയാൻ സാധിക്കും. കാരണം എന്ത് പ്രശ്നം വന്നാലും റിയലി അതിനോട് ചെറിയൊരു പുഞ്ചിരിയുള്ള സ്മൈലിലോടാണ് പുള്ളി റിയലി സ്ഥിരം നേരിട്ടുകൊണ്ടിരുന്നത്. ഈ ക്യാരക്ടർ കാണാൻ റിയലി വളരെ ഫണ്ണി ആണെങ്കിലും ബട്ട് ഒരു സീരിയസ് ആയ സിറ്റുവേഷൻ വന്നാൽ പെട്ടെന്ന് തന്നെ പുള്ളിക്കാനാണ് ആക്ഷൻ എടുക്കുന്നത്. കാരണം നമ്മുടെ ലക്കി റോ ആണ് നമ്മുടെ സീരീസിൽ ആദ്യമായിട്ട് റിയലി ഒരു വ്യക്തിയെ നമ്മുടെ ആ ഒരു ഷാങ്ക്സിനെ റിയലി ഗൺ പോയിന്റ് നേരിയ സമയത്ത് ലക്കി റൂൾ സഡൻ ആയിട്ടുള്ള ഒരു അറ്റാക്ക് നടത്തി നമ്മുടെ ആ ഒരു എനിമിയെ റിയലി കില്ലായിരുന്നു. അപ്പം മറ്റ് വളരെയധികം സ്പീഡിൽ ഇവിടെ പുള്ളിക്കാരൻ വളരെ ഒബ്സർവേഷൻ ഹാക്ക് റിയലി പൊസിഷൻ ചെയ്യണം നമുക്ക് പറയാൻ കാണും. വളരെയധികം ഫാസ്റ്റാണ്. അതിൻ്റെ റീസൺ വെച്ചാൽ പുള്ളിക്കാരൻ നിന്നിരുന്ന പൊസിഷൻ വളരെ പെട്ടെന്നാണ് സാങ്ഷൻ തൊട്ടടുത്ത പൊസിഷനിലേക്ക് പുള്ളി വന്നത് ലക്കി റോ. അപ്പം അത് കാരണം നമുക്ക് എനിമീസിന് ഒരു സഡൻ ആയിട്ടുള്ള അറ്റാക്കൊക്കെ പുള്ളിക്കാരനെ കൊടുക്കാൻ സാധിക്കും. പുള്ളിക്കാരൻ്റെ റിയലി ലെഗൊക്കെ വളരെയധികം സ്ട്രെങ്ത് കൂടി ലെഗാണ്. അപ്പം അത് നമുക്ക് ലക്കി ഹീറോയെ കുറിച്ച് പറയാനുള്ളത്. അടുത്തതായി ഇനി പറയാൻ പോകുന്നത് നമ്മുടെ ലൈം ജ്യൂസാണ്. ലൈം ജ്യൂസിൻ്റെ ആക്ഷനെ പോലെ തന്നെ വളരെയധികം ഒരു മസ്കുലായിട്ടൊരു ഗൈയാണ് നമ്മുടെ ലൈം ജ്യൂസ് എന്ന് വെച്ചാൽ. ലൈം ജ്യൂസിനുള്ള ഫൈറ്റ് സ്ഥലത്ത് പുള്ളിക്കാൻ വലിയ സ്കൈ വാക്ക് സ്റ്റൈൽ യൂസ് ചെയ്യുന്നത് നമ്മുടെ CP ഏജൻസിനെ പോലെ തന്നെ ലൈം ജ്യൂസിനുള്ള നമ്മുടെ സ്ക്രീൻ ടൈം വളരെയധികം കുറവായതിനെ കുറിച്ച് നമുക്ക് പുള്ളിക്കാനെ കുറിച്ച് എന്ത് ടൈപ്പ് ഓഫ് ഫൈറ്റ് സ്ഥലമാണ് വേറെ യൂസ് ചെയ്യാൻ നമുക്ക് എന്തായാലും ഇതായിട്ട് അറിയത്തില്ല. എന്നാലും നമുക്ക് ഒരു കാര്യമാണ് പുള്ളിക്കാൻ റിയലി ഒരു വെപ്പൺ കൂടി പുള്ളിക്കാൻ യൂസ് ചെയ്യുന്ന ഒരു സോഡ്സ് പോലത്തെ ഒരു വെപ്പൺ. അപ്പോൾ സ്പോർട്സ്മാൻ ആയിരിക്കാം. അപ്പോൾ ഇനി അടുത്തായിട്ട് നമ്മൾ പറയപ്പെടുന്നത് നമ്മുടെ ബോങ് പഞ്ച് ആൻഡ് മോൺസ്റ്ററാണ്. ബോങ് പഞ്ച് മോൺസ്റ്റർ നമ്മുടെ ക്രൂവിലൊരു മജീഷ്യനാണ്. മോൺസ്റ്റർ ഒരു കുരങ്ങാണ് റിയലി പറഞ്ഞത്. അപ്പം ബോങ്ങിൻ്റെ കൂടെ സ്ഥിരം നമ്മുടെ മോൺസ്റ്ററിനെ കാണാൻ സാധിക്കും. ബോംബ് പഞ്ച് റിയലി ഫൈറ്റിംഗ് സ്റ്റൈൽ എന്ന് വെച്ചാൽ നോക്കുന്ന രീതിയിൽ പവർഫുൾ ആയ ഒരു പഞ്ചസാണ് പുള്ളിക്കാനുള്ളത്. അത് കാരണം പുള്ളിക്കാൻ ഹാക്കിയോട് ഇൻഡ്യൂസ് ചെയ്ത് നമ്മുടെ എനിമീസിന് വളരെ ഡാമേജ് കൊടുക്കാൻ നമ്മുടെ ബോങ്ങിന് റിയലി സാധിക്കുന്നുണ്ട് എന്ന് നമുക്ക് പറയാൻ സാധിക്കും. പിന്നെ നമ്മുടെ ബോങ്ങിൻ്റെ കേസ് എടുത്തുപോകാൻ പുള്ളിക്കാരൻ മോൺസ്റ്ററിൻ്റെ കേസ് എടുക്കുന്ന പുള്ളി അത് റിയലി ഒരു മങ്കിയാണെന്ന് ഞാൻ പറഞ്ഞല്ലോ. സോ അതുകൊണ്ട് തന്നെ മങ്കീസിന് വലിയ വളരെ പവർഫുൾ ആയ ഒരു ലാർജ് മങ്കിയാണ് ഒരു മോൺസ്റ്ററിനെ പോലെ കാണാൻ തന്നെ. അപ്പം അതിന് വളരെയധികം പവർഫുൾ ആയിട്ടുള്ളൊരു മൂവ്മെൻറ്റ്സ് ഫൈറ്റ്സ് ഒക്കെ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. അപ്പം ഇനി അടുത്താണ് പറയാൻ വേണ്ടി പോകുന്നത് നമ്മുടെ ബിൽഡിംഗ് സ്നേക്കാണ്. ക്രൂവിൽ റിയലി നാവിഗേറ്ററാണ് നമ്മൾ ബിൽഡിംഗ് സ്നേക്ക് എന്ന് വെച്ചാൽ.
ഈ പുള്ളി റിയലി ഒരു മസ്കുലർ ബോഡി പൊസസ് ചെയ്യുന്ന ഒരാളാണ്. അതിനോടൊപ്പം തന്നെ പ്രതീക്ഷിക്കാനുള്ള ടൈപ്പ് ഓഫ് ഫൈറ്റിംഗ് സ്റ്റൈലാണ് പുള്ളിക്കാരൻ റിയലി യൂസ് ചെയ്യുന്നത്. കോമ്പാക്റ്റുകളിൽ വളരെയധികം യൂസ്ഫുൾ ആകുന്ന ഒരു വ്യക്തിയാണ് നമ്മുടെ ബിൽഡിംഗ് സ്നേക്ക് എന്നത്. സ്നേക്ക് റിയലി ഒരു സോഡ്സ്മാൻ കൂടിയാണ്. ബില്ല് സ്നേക്ക് റിയലി 2 സോഡാണ് ശരി യൂസ് ചെയ്യുന്നത്. അതിലൊരു ആരോമാറ്റിക് മൂവ്മെൻറ്റോട് ചേർത്ത് നിന്ന് നമ്മുടെ എനിമീസിന് റിയലി പ്രതീക്ഷിക്കാത്ത ടൈപ്പ് ഓഫ് ഫൈറ്റിംഗ് സ്റ്റൈൽ പുള്ളിക്കാരൻ പ്രൊഡ്യൂസ് ചെയ്ത് എനിമീസിന് റിയലി വീഴ്ത്തുവാണ് റിയലി ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ ഇനി അടുത്തോട്ട് പറയാൻ നമ്മുടെ ഹോങ്ങയാണ്. ഷിപ്പിലെ റിയലി സീനിയർ ഓഫീസറാണ്. അതിനൊപ്പം ഹോങ് അത് മാത്രമല്ല നമ്മുടെ ക്രൂവിലെ ഒരു ഡോക്ടർ കൂടിയാണ് ഹോങ്. അതിൻ്റെ കൂടെ തന്നെ നമ്മുടെ വെപ്പൺസിനെ കുറിച്ചും വളരെ വളരെ ഗ്രേറ്റ് നോളജാണ് നമ്മൾ യോങ്ങയ്ക്കുള്ളത്. അതുകൊണ്ട് തന്നെ മൾട്ടിപ്പിൾ ടൈപ്സ് ഓഫ് വെപ്പൺസാണ് പുള്ളിക്കാരൻ യൂസ് ചെയ്ത് വരുന്നത് നമുക്ക് അറിയാൻ സാധിച്ചു. ഇന്ന് തന്നെ വേണം നമുക്ക് ഇല്ലല്ലോ പുള്ളിക്കാൻ ഏത് ടൈപ്പ് ഓഫ് വെപ്പൺസും പുള്ളിക്കാൻ യൂസ് ചെയ്ത് അത് ഉപയോഗിച്ച് പുള്ളിക്കാൻ എനിമീസിന് വേണ്ടി വീഴ്ത്തുന്നുണ്ട്. അപ്പം അടുത്തിടെ നമ്മൾ പറയാൻ പോകുന്നത് നമ്മുടെ ഹോളിംഗ് ഗാപ്പിനെ കുറിച്ചാണ് റെഡി. അപ്പോൾ നമ്മൾ ഹോളിംഗ് ഗാപ്പിനെ റെഡി ആദ്യമായിട്ട് കാണുമ്പോൾ തന്നെ നമുക്കൊരു ഡേഞ്ചറസ് ടൈപ്പുള്ള ആളായിട്ട് നമുക്ക് തോന്നും. കാരണം ഇതിൽ ഗാപ്പിന് തീറ്റ ലൈൻസിന് തീറ്റനെ പോലെയാണ് റിയോ ഉള്ളത്. പിന്നെ പുള്ളിക്ക് റീലി ഒരു മസ്കുലായിട്ട് ബോഡിയും കൂടെ ഉണ്ട്. പിന്നെ ഒരു വെറൈറ്റി ടൈപ്പ് ഓഫ് ഫൈറ്റിംഗ് എബിലിറ്റി പുള്ളി യൂസ് ചെയ്യുന്ന കൂടെ ഉണ്ട്. ഒരാളാണ് നമ്മുടെ ഗ്യാബ് എന്ന് വെച്ചാൽ. കാരണം പുള്ളിയുടെ മൗത്തിൽ നിന്ന് ഈ എയർ ബ്ലേഡ്സ് റീലി ക്രിയേറ്റ് ചെയ്യാൻ രീതിയിലുള്ള കഴിവ് പുള്ളിക്കാനുണ്ട്. ഇത് കാണുമ്പോൾ നമുക്ക് തോന്നും രീതിയിൽ നമ്മുടെ ഗ്യാബ് ഏതെങ്കിലും ഒരു ഡബിൾ ഫ്രൂട്ട് റീലി കൺസ്യൂം ചെയ്ത ആളായിരിക്കാം എന്ന് നമ്മളെല്ലാം വിചാരിക്കും. പക്ഷേ അതല്ല സത്യം. കാരണം നമുക്കറിയാം നമ്മുടെ ഷാങ്സർ കൂടുതൽ ഡെൽ ഫുഡ് യൂസേഴ്സ് ആരും ഇല്ല എന്ന് നമുക്ക് നന്നായിട്ട് അറിയാം. അപ്പോൾ അതുകൊണ്ടാണ് നമുക്ക് പുള്ളി എന്നൊരു പ്രത്യേക ടൈപ്പ് ഓഫ് ട്രൈബിൽ നിന്ന് വന്നതായിരിക്കാം എന്ന് നമുക്ക് പറയാൻ വേണ്ടി സാധിക്കും. ഈ ഒരു എബിലിറ്റി കാണുന്നുണ്ട് നമ്മുടെ ഗ്രാബിന് വളരെയധികം ഡേഞ്ചറസ് ആയിട്ട് ഒരു വ്യക്തിയായിട്ട് really മാറ്റുന്നുണ്ട് നമ്മുടെ ഹോളിംഗ് ഗ്രാബിനെ വെച്ചാൽ. അപ്പം ഇനി ലാസ്റ്റ് ആൻഡ് ഫൈനൽ ക്യാരക്ടർ നമ്മൾ പറയാൻ പോകുന്നത് നമ്മുടെ റോക്ക് സ്റ്റാർ ആണ്. റോക്ക് സ്റ്റാർ really നമ്മളൊരു നോർമൽ ആയിട്ടുള്ള റാങ്ക് വരുന്ന മെമ്പേഴ്സ് really ഒരാളാണ് നമ്മുടെ റോക്ക് സ്റ്റാർ എന്ന് വെച്ചാൽ. പക്ഷേ റോക്സാനെ കുറിച്ച് നോക്കുന്ന റോക്സാൻ വളരെയധികം കോൺഫിഡൻസ് ഉള്ളതും നമ്മുടെ ഷാങ്സിനായിട്ട് വളരെ ലോയൽറ്റി ഉള്ള ഒരു വ്യക്തി കീപ്പ് ചെയ്യുന്ന വ്യക്തിയും കൂടെ നമ്മുടെ റോക്സാർ എന്ന് പറയാൻ സാധിക്കും. അതിന് കാരണം നമ്മുടെ പുള്ളിക്കാനായിട്ട് കോൺഫിഡൻസ് ഉള്ള ആ ഒരു ധൈര്യം നമുക്ക് കാണിച്ചിട്ട് നമ്മുടെ ആ ഒരു വൈറ്റ് ബേ ഷിപ്പിലേക്ക് പുള്ളി ഒറ്റയ്ക്ക് ചെന്ന് നമ്മുടെ ഷാങ്സിന് എൻ്റെ സമയത്ത് നേരിട്ടായിരുന്നു. അത് മാത്രമല്ല എൻ്റെ പുള്ളിക്കാൻ ആ സമയത്ത് ഒരു കളിയാക്കി ഒരു പുള്ളി ഫൈറ്റിന് വേണ്ടി പുള്ളി ആ സ്പോട്ടിൽ തന്നെ ഒരു തീരുമാനം എടുക്കുന്നതൊക്കെ ചെയ്തായിരുന്നു. ഇതൊക്കെ കാണാൻ നമുക്ക് പറയാൻ പുള്ളിക്കാനും വളരെയധികം ധൈര്യശക്തിയായുള്ള ഒരു വ്യക്തിയാണെന്ന് നമുക്ക് വേണ്ടി പറയാൻ വേണ്ടി സാധിക്കും. ഇനി നമ്മുടെ ഫൈനലായിട്ട് നമ്മൾ പറയാൻ വേണം നമ്മുടെ റെഡ് ഹെയർ പൈററ്റ്സിലെ ക്രൂവിലെ ചീഫ് ക്യാപ്റ്റനായ നമ്മുടെ സ്വന്തം റെഡ് ഹെയർ ഷാങ്സിനെ കുറിച്ചാണ് നമ്മൾ പറയാൻ പോകുന്നത്. അപ്പം ഷാങ്സിനെ കുറിച്ച് പ്രത്യേകിച്ച് വലിയ ഇൻട്രോഡക്ഷൻ ഒന്നും ആവശ്യമില്ല. എന്നാലും നമ്മൾ ആദ്യം നമ്മുടെ ഷാങ്സിൻ്റെ ഫാദറിനെ കുറിച്ചാണ് നമ്മൾ സംസാരിക്കാൻ വേണ്ടി പോകുന്നത്. ഇത് ഫിഗർലൻഡോ ഗാർലിംഗ് ആണെന്നില്ല നമ്മൾ ഷാങ്സിൻ്റെ ഫാദർ എന്ന് വെച്ചാൽ. അപ്പോൾ ഫിഗർലൻഡ് ഗാർലിംഗ് ആണെന്ന് വെച്ചാൽ നമ്മുടെ 5 വേൾഡേഴ്സിൽ വൺ ഓഫ് ദ മോസ്റ്റ് ലോയൽ വാരിയർ, വൺ ഓഫ് ദ ഗേസ്റ്റ് വാരിയർ ആയിരുന്നൊരു വ്യക്തിയായിരുന്നു. നമ്മുടെ ആ ഒരു ഓൾഡ് ജനറേഷൻ പുള്ളിയുടെ ആ ഒരു സമയത്ത് റേഡി കോഡ് വാർ ഇൻസിഡൻ്റ് ഒക്കെ വളരെ സഹായിച്ചിട്ടൊരു വലിയ പുള്ളിയായിരുന്നു നമ്മുടെ ഫിഗർലൻഡ് ഗാർലിംഗ് എന്ന് വെച്ചാൽ. അപ്പം നമ്മൾ അതിനെക്കുറിച്ച് പ്രത്യേകിച്ച് ഒരു വീഡിയോ ഇടുന്നതായിരിക്കും. സോ മച്ചാൽ നമുക്ക് നമ്മുടെ ഷാങ്സിനെ കുറിച്ച് നോക്കാം. അപ്പോൾ നിങ്ങൾ വിചാരിക്കും നമ്മുടെ ഷാങ്സിൻ്റെ ഫാദർ വലിയൊരാളാണ്, അതുകൊണ്ടാണ് റീലി നമ്മുടെ ഷാങ്സ് റീലി നമ്മുടെ 5 വേൾഡേഴ്സ് ആയ ചെറിയൊരു കണക്ഷനും അവരുമായിട്ട് മീറ്റിംഗ് സീൻസൊക്കെ നമ്മൾ കണ്ടിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ പറയാൻ ഇപ്പോൾ നമ്മുടെ ഷാങ്സിന് റീലി നമ്മുടെ ഷാങ്സിൻ്റെ ക്രൂവും ഷാങ്സും റീലി നമ്മുടെ ലൂഫിയുടെ സ്ട്രോഹാർട്ട് പൈററ്റ്സിൻ്റെ ക്രൂ ആയിട്ട് വളരെ ബന്ധങ്ങളുണ്ട്. ഒന്നാമത്തെ കാര്യം വെച്ചാൽ നമ്മുടെ ലൂഫിയെ റീലി പൈററ്റ് ജേണിയിലേക്ക് നയിക്കുന്ന റീലി ഒരു കോൺഫിഡൻസ് അല്ലെങ്കിൽ ഒരു മോട്ടിവേഷൻ കൊടുത്തൊരു ക്രൂ എന്ന് വെച്ചാൽ നമ്മുടെ ഷാങ്സിൻ്റെ ക്രൂ ആയിരുന്നു. നമുക്ക് ലൂഫിയെ ഈ ഒരു എന്താ പറയുക പൈററ്റ് ആക്കണം ആ ഒരു കാര്യം റീലി ഒരു എയിം ഒക്കെ അതൊക്കെ മൊത്തം ഒരു ശക്തി എടുത്ത് നമ്മുടെ ഷാങ്സ് ആണെങ്കിൽ നമ്മുടെ ലൂഫിയുടെ ആ ഒരു വില്ലേജ് വന്ന ആ ഒരു സമയത്ത് തന്നെ. പിന്നെ നമുക്ക് സംസാരിക്കുക നമ്മുടെ ഷാങ്സ് റീലി നമ്മുടെ നേരത്തെ നമ്മുടെ പൈററ്റ് കിങ് ആയിരുന്നു നമ്മുടെ ഗോൾഡി റോജർ പൈററ്റ്സിലെ ഒരു മെയ്റ്റും കൂടിയായിരുന്നു നമ്മുടെ ഷാങ്സ് എന്ന് വെച്ചാൽ. റോജർ പൈററ്റ്സിൽ റീലി വർക്ക് ചെയ്തത് നമ്മുടെ ഷാങ്സ് കൂടിയായിരുന്നു. നമ്മുടെ ഷാങ്സും നമുക്ക് വെച്ചാൽ ഷാങ്സ് വളരെയധികം എക്സ്പീരിയൻസ് ഉള്ള വളരെ വലിയ ആൾക്കാരോട് എക്സ്പീരിയൻസ് ഉള്ള വ്യക്തിയാണ് നമ്മുടെ ഷാങ്സ് എന്ന് വെച്ചാൽ. പിന്നെ ഷാങ്സിൻ്റെ ബൗണ്ടറി നോക്കാൻ നമ്മൾ ഇപ്പോഴത്തെ കറണ്ട് 4 മെമ്പേഴ്സ് പറഞ്ഞാൽ ഷാങ്സിൻ്റെ ബൗണ്ടറിയുടെ അവരിൽ എല്ലാത്തിനും ഏറ്റവും കൂടുതൽ 4 ബില്യൺ ബെറീസിൽ ഓവർ ബൗണ്ടറിയിലെ വ്യക്തിയാണ് നമ്മുടെ ഷാങ്സ് എന്ന് വെച്ചാൽ. പിന്നെ നമുക്ക് പറയാനുള്ള ഷാങ്സിൻ്റെ ഒരു ഫൈറ്റ് സ്റ്റൈലിനെ കുറിച്ചാണ്. അപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ഷാങ്സിൻ്റെ കോൺഗ്രർ ഹാക്കി സ്റ്റൈൽ നമ്മൾ ഈയിടെ കണ്ടായിരുന്നു. നമ്മുടെ കിഡുമായിട്ട് ഫൈറ്റ് ചെയ്യുന്ന ആ ഒരു സമയത്ത് നമ്മുടെ കിഡിൻ്റെ രീതി ആ ഒരു ഷിപ്പ് മൊത്തമായിട്ട് അങ്ങ് തൂത്തുവാരി ജസ്റ്റ് ആ ഒരു ഒറ്റൊരു ഫൈറ്റുണ്ട്. ഷാങ്സ് മാത്രം ഇറങ്ങിയപ്പോഴാണ് രീതിയിൽ നിങ്ങൾ ഓർക്കണമെന്നുണ്ടെങ്കിൽ കിഡിനെ മൊത്തത്തോടെ തീർത്താണ് നമുക്ക് സാധിച്ചത്. അപ്പോൾ നിങ്ങൾ ഷാങ്സിന് എത്രമാത്രം പവർഫുള്ള കോൺഗ്രർ ഹാക്കിയാണ് രീതിയിൽ ഷാങ്സ് ഉപയോഗിക്കുന്നത് ഷാങ്സിന് ആ ഒരു ഡിവൈൻ ഡിപ്പാച്ചർ എന്ന് വെച്ചാൽ. അപ്പം അതൊക്കെ രീതിയിൽ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും നമ്മുടെ ഷാങ്സ് വൺ ഓഫ് ദ മോസ്റ്റ് സ്ട്രോങ്ങസ്റ്റ് വ്യക്തിയാവാൻ സാധ്യതയുള്ള ഒരു വ്യക്തിയാണ് നമ്മുടെ ഷാങ്സ് എന്ന് വെച്ചാൽ. അപ്പം നമുക്ക് ഇനി വരുന്ന ദിവസം നമുക്ക് വളരെ നമ്മുടെ ഷാങ്സിൻ്റെ നമ്മുടെ മറ്റു ക്രൂസിനെ വളരെ അമേസിംഗ് ആയിട്ട് കാര്യം നമുക്ക് കാണാൻ സാധിക്കും നമ്മുടെ വൺ പീസ് ടിപ്സുകളുള്ളത്. അപ്പോൾ വെച്ചാൽ എല്ലാവർക്കും ഇത് വീഡിയോ ഇഷ്ടപ്പെടുന്നത് നമുക്ക് വീഡിയോ ലൈക്ക് അടിക്കുക, ഷാൻ സബ്സ്ക്രൈബ് ചെയ്യുക, അല്ലെങ്കിൽ ക്യാൻ ബെക്കാൻസ് ആണ് മെയിൻ ഫോക്കസ്. ഓക്കെ, പിന്നെ സാർ പറഞ്ഞാൽ നമ്മളെ പുതിയ ടോപ്പിക്സ് കമൻറ്റ് ചെയ്യാൻ വരെ നിങ്ങൾക്ക് ഇഷ്ടമായ ടോപ്പിക്കാണ് നമ്മൾ വീഡിയോ ചെയ്യുന്നതായിരിക്കും. അപ്പം അടുത്ത വീഡിയോ ബൈ ഗൈസ്.